ഹായ് ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ സ്നാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ്. കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് മാത്രമേ ഉള്ളൂ. സമയമെടുക്കുമെന്ന് വിചാരിച്ച് ആരും ഉണ്ടാക്കാതിരിക്കേണ്ട. സമയമെടുക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും സ്നാക്കിൻ്റെ പേര് അറിയണ്ടേ? നമ്മുടെ ചിക്കൻ എഗ് കബാബാണ്. ചിക്കൻ വളരെ കുറച്ച് മതി കേട്ടോ. നമ്മളൊരു കറി ഉണ്ടാക്കാൻ ചിക്കൻ വാങ്ങിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു 2-3 പീസ് ബോൺലെസ് ആയിട്ട് ഒരു 100 ഗ്രാം ചിക്കൻ മതി. നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ എഗ് കബാബ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ 1 കപ്പ് ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ കറിക്ക് എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളകോ രണ്ടിലേതെങ്കിലും ചേർത്തിട്ട് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു 6 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു 5 ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. 4 മീഡിയം വലിപ്പത്തിലുള്ള സവോള എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനൊരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം എരിവുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 പച്ചമുളക് എടുത്തത്. പിന്നെ 2 പിടി മല്ലിയില. അത്യാവശ്യം മല്ലിയിലയും കൂടി ചേർത്താലാണ് ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. മല്ലിയില ഒഴിവാക്കരുത് കേട്ടോ. മല്ലിയിലയും കൂടി ചേർത്ത് തന്നെ ഇത് ഉണ്ടാക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർക്കരുത്. അപ്പോൾ ചതച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അത്ര സുഖം വരില്ല. അതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നിർബന്ധമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. അതുപോലെ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കണം എന്നില്ല. മഞ്ഞൾപ്പൊടി നമ്മൾ മസാലയിൽ വഴറ്റി ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചിക്കനിൽ ചേർത്ത് വേവിക്കാതിരുന്നത്. നിങ്ങൾ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് വേവിക്കണം എന്നുണ്ടെങ്കിൽ വേവിക്കാം. പിന്നെ ചിക്കൻ വേവിക്കുമ്പോൾ വളരെ കുറച്ച് വെള്ളം, ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് കുക്കറിൽ വേവിക്കുക. വെള്ളം കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ വല്ലാതെ ഓവർ കുക്കായി പോവും. ഓവർ കുക്കായിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഓവർ കുക്ക് ആവണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചിക്കൻ ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാനിലേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയിലോ വെജിറ്റബിൾ ഓയിലോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട. നമ്മുടെ സോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മാത്രം ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫില്ല് ചെയ്യുന്ന റെസിപ്പിയാണ്. അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ ആയിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പുറത്തേക്ക് ഒഴുകി വരും. നമ്മുടെ സ്നാക്ക് പെർഫെക്റ്റ് ആവില്ല. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ഓവറായിട്ട് ചൂടായി വരണ്ട. ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ നമുക്ക് സവോള ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്താണ് ചേർക്കുന്നതെങ്കിൽ അതും കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. നന്നായിട്ട് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ഉപ്പൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുന്നില്ല. നിങ്ങൾ ചിക്കൻ ക്യൂബ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ക്യൂബ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഉണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ നോറിൻ്റെ ചിക്കൻ ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ചിക്കൻ ക്യൂബ് യൂസ് ചെയ്യട്ടെ. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് നമുക്ക് ചിക്കൻ ക്യൂബ് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് ലുലു മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. ഞാൻ ജസ്റ്റ് ചില ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, നമുക്കിപ്പോൾ എന്ത് ബ്രാൻഡാണ് യൂസ് ചെയ്തത്, ഏതാണ് യൂസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സവോള ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ചിക്കൻ ക്യൂബിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. പൊട്ടറ്റോയിലൊന്നും ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല. പൊട്ടറ്റോയിൽ നേരിയതായിട്ടൊരു 1/4 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ. അപ്പോൾ അതുകൊണ്ട് അധികം ഉപ്പുണ്ടാവില്ല. അപ്പോൾ സവോള ഒന്ന് വഴന്ന് തുടങ്ങട്ടെ, ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങട്ടെ. ഇതിലേക്ക് ഒരുപാട് വഴറ്റുന്ന പ്രോസസ്സൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സവോളയുടെ കളർ ഉണ്ടോ ഇത്രയും മാറി വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിലേക്ക് നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മതി കേട്ടോ. ഇനി ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുക്കായി വരും.
ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. 2 ചിക്കൻ ക്യൂബ് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമ്മളെടുക്കുന്ന പൊട്ടറ്റോയുടെയും ചിക്കൻ്റെയും ഒക്കെ അളവനുസരിച്ച് നമുക്ക് 1 or 2 ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ക്യൂബും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. പൊട്ടറ്റോ ചേർക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പൊട്ടറ്റോയിലേക്ക് നന്നായിട്ട് ഈ ചിക്കൻ ക്യൂബിൻ്റെ ഫ്ലേവറും കൂടി ചേരണം എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ക്യൂബും അതുപോലെ തന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ ക്യൂബും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1-2 കാര്യങ്ങൾ മസാലപ്പൊടികളായിട്ട് 1-2 കാര്യങ്ങൾ ചേർക്കാനുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഒരേ ഒരു മസാല എന്ന് പറയുന്നത് നമ്മുടെ ഗരം മസാലയാണ്. 1 ടീസ്പൂൺ നിറയെ ചേർത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടിയും ഒന്ന് കുക്കായി വരട്ടെ. ആ മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റും മാറി വരട്ടെ. വേറെ മസാലകളൊന്നും ചേർക്കണ്ട കേട്ടോ. മുളക് പൊടിയും ചേർക്കണ്ട. വളരെ മസാലകളൊക്കെ കുറഞ്ഞൊരു റെസിപ്പിയാണിത്. ഇനി ഗരം മസാലപ്പൊടിയുടെ ആ റോ സ്മെല്ലും റോ ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ചേർക്കുന്നത്, ഇളക്കി മിക്സ് ചെയ്യാൻ എളുപ്പത്തിൽ. എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് മുഴുവനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇളക്കി മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ പൊട്ടറ്റോയിലേക്ക് ഈ മസാല മുഴുവനും നന്നായിട്ട് പിടിച്ചു വരണമല്ലോ. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടഞ്ഞു വന്നോട്ടെ നന്നായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയുടെ പുറത്ത് കോട്ട് ചെയ്ത് പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഉടഞ്ഞു വന്നില്ലെങ്കിൽ നമുക്ക് കോട്ട് ചെയ്ത് പിടിക്കാൻ മുട്ടയുടെ ആ ഔട്ടർ കവറിങ് പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നന്നായിട്ട് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തോളൂ. നന്നായിട്ട് കുത്തി ഉടച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് തലേ ദിവസം റെഡിയാക്കി വെക്കാം കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടി നമ്മൾ റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് മസാല തലേ ദിവസം റെഡിയാക്കി വെക്കാം. ഈ ഒരു മൊത്തം മസാല മിക്സ് തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ട് പിന്നെ മുട്ടയിലേക്ക് പൊതിഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ അന്ന് ചെയ്ത് നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ചെറിയ പാർട്ടികളൊക്കെ വീട്ടിലുണ്ടാവില്ലേ, കുട്ടികളുടെ ബർത്ത്ഡേ പാർട്ടി പോലെയുള്ള പാർട്ടികളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ടെങ്കിലും തലേ ദിവസം ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മുട്ടയിലേക്ക് മാത്രം നമ്മൾ അന്ന് പൊതിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമുക്ക് തലേ ദിവസം റെഡിയാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ മസാല പ്രിപ്പയർ ചെയ്തിട്ട് എരിവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എപ്പോൾ വേണമെങ്കിലും കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനെല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില എത്രത്തോളം ചേർക്കാമോ അത്രത്തോളം ടേസ്റ്റ് കൂടും. മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ഈ മസാലയുടെ ചൂടൊന്ന് മാറി വരുമ്പോൾ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ അപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിനി ഇത് ഒന്ന് ചൂട് മാറി വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ചേർത്ത് ഒന്നുകൂടി കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദപ്പൊടിയിലേക്ക് ഉപ്പും കുരുമുളകും ചേർത്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയൊന്ന് ഈ ഒരു മസാലയിൽ പൊതിഞ്ഞെടുക്കണം. മുട്ട 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ട കട്ട് ചെയ്യാതെയും ചെയ്യാം, 4ആയിട്ട് കട്ട് ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എന്താ ഇതുപോലൊരു ബോള് റെഡിയാക്കിയിട്ട് നമ്മുടെ കൈയുടെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുക. ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമുക്കിതുപോലെ ഇങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്തെടുക്കാം. കണ്ടോ, ഒരുപാട് തിക്കായിട്ട് കവർ ചെയ്യണ്ട, കുറച്ച് തിന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതൊന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത്
നമ്മുടെ മൈദയുടെ ബാറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംസും അടുപ്പിച്ച് വെക്കുക കേട്ടോ. മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്യുക. മൈദയുടെ ബാറ്റർ ഒരുപാട് ലൂസായിട്ട് റെഡിയാക്കി എടുക്കരുത്, കുറച്ച് തിക്കായിട്ട് റെഡിയാക്കി എടുക്കുക. മൈദയുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അതുപോലെ സൈഡൊക്കെ ഒന്ന് വടിച്ചെടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മൈദയുടെ ബാറ്റർ ബ്രെഡ് ക്രംസിലേക്ക് വീണ് കഴിയുമ്പോൾ ബ്രെഡ് ക്രംസ് ആകെ കുതിർന്നു പോകും. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് കവർ ചെയ്തെടുക്കുന്ന പരിപാടി. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇത് 2 പ്രാവശ്യം കോട്ട് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം കോട്ട് ചെയ്യാം. 2 പ്രാവശ്യം കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. പൊരിക്കുന്നതിന് മുൻപ് ഒന്നുകൂടി ഒന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് വയ്ക്കട്ടെ. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ നമ്മളെല്ലാ മുട്ടയും മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്ത് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. വലിയ ബർണറിൽ വെച്ചിട്ട് ഒരിക്കലും ഈ ഒരു സ്നാക്ക് പൊരിച്ചെടുക്കരുത്. ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇട്ട് കൊടുക്കുക. ഒരു സമയത്ത് 1 or 2 എണ്ണത്തിൽ കൂടുതൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ. 2 എണ്ണം ഇട്ട് കൊടുക്കായിരിക്കും നല്ലത്. അതിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ 2 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം എണ്ണ വേണം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ. വേഗം തന്നെ കുക്കായി കിട്ടും. നമ്മുടെ എല്ലാ കാര്യങ്ങളും കുക്കായതാണ്. ഈ ബ്രെഡ് ക്രംസും മൈദയുടെ കോട്ടിങ്ങും മാത്രമേ കുക്കാവാനുള്ളൂ. അത് എണ്ണയിലേക്ക് ഇട്ട് എണ്ണയുടെ ചൂട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ കുക്കായി കിട്ടുന്ന കാര്യമാണ്. നമ്മൾ കട്ട്ലറ്റൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ. അപ്പോൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടാൻ ശ്രമിക്കരുത്. എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുകയാണ്. ഒരു സൈഡ് ആയി വരുന്നുണ്ടാവും. ഇപ്പോൾ കണ്ടോ കളർ മാറി വരുന്നുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പരന്ന പാൻ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വലിപ്പം കൂടുതലല്ലേ നമ്മുടെ കബാബിന്. അപ്പോൾ കുഴിവുള്ള പാൻ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഈ ഒരു റെസിപ്പിയൊക്കെ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ഗസ്റ്റിനൊക്കെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരിക ഗസ്റ്റിനൊക്കെ കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ സർപ്രൈസായിട്ട് കട്ട് ചെയ്യാതെ സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സർപ്രൈസ് ആയിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിത് മാറ്റി വയ്ക്കട്ടെ. അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ എണ്ണയുടെ ചൂട് മാത്രമാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ബാക്കിയൊന്നും കുഴപ്പമില്ല. ബാക്കിയെല്ലാം എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാനിതെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ ചിക്കൻ എഗ് കബാബ് എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. ടൊമാറ്റോ സോസ് ഇല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അതിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുമല്ലോ. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.